Hello, my dear children. Welcome all of you our new class. Now we are going to learn about our continuation of that chapter, Bruno the puppy. What we discussed in last class. Do you remember it? Yes, I had given one activity for you. What is that? Yes, a conversation. Conversation between Sachin and his father. Did you complete it? Okay. Then, now we can start next page. All of you look at this picture. Did you see? Then, who are they? Sachin, father, and a woman. Okay. I will read the story. Listen carefully. What is Sachin asked the woman? Sachin എന്തായിരിക്കും ആ വുമണിനോട് ചോദിക്കുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ. Did you see my puppy? Sachin asked a woman on the street. Yes, I just saw one running to the park, said the woman. Where is the park? It's not far from here. Go straight. It's near the bus stand, said the woman, pointing to the park. Thank you. Sachin and his father hurried to the park. Okay? I will read once more. Did you see my puppy? അല്ലേ? സച്ചിനും ഫാദറും കൂടി അവൻ്റെ ബ്രൂണോ അല്ലേ ഓടിയ സ്ഥലത്തേക്ക് വേഗം പോയി. എവിടേക്കാണ് അവൻ ഓടിയിട്ടുണ്ടായിരുന്നത്? ബ്രൂണോ റാൻ ഔട്ട് ഓഫ് ദ ഗേറ്റ്. ബ്രൂണോ ഗേറ്റിന് പുറത്തേക്ക് പോയിരുന്നു അല്ലേ? അപ്പോൾ അവൻ ആരെ വിളിച്ചത്? ബ്രൂണോ കാൾഡ് ഹിസ് ഫാദർ. അവൻ്റെ ഫാദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫാദർ പ്ലീസ് ഹെൽപ്പ് മീ, ലെറ്റ് us ഫൈൻഡ് ഹിം. നമുക്ക് അവനെ കണ്ടെത്താം, പ്ലീസ് ഹെൽപ്പ് അല്ലേ, എന്നെ ഒന്ന് സഹായിക്കുമോ, നമുക്ക് അവനെ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫാദറും സച്ചിനും കൂടി എങ്ങോട്ടാണ് പോകുന്നത്? അവരും ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ അവിടെ ആരെന്നെ കണ്ടത്? യെസ്, എ വുമൺ. ഒരു സ്ത്രീയെ കണ്ടു. ഓൺ ദ സ്ട്രീറ്റ്. എവിടെയാ കണ്ടത്? തെരുവിൽ, സ്ട്രീറ്റ് അല്ലേ, അവർ റോഡിലൂടെ പോകുമ്പോൾ അവിടെയാണ് കണ്ടത്. അപ്പം അവൻ ചോദിച്ചു, ഡിഡ് യു സീ മൈ പപ്പി? സച്ചിൻ ആസ്ക്ഡ് എ വുമൺ ഓൺ ദ സ്ട്രീറ്റ്. സച്ചിൻ സ്ട്രീറ്റിൽ, തെരുവിൽ കണ്ട ആ സ്ത്രീയോട് ചോദിച്ചു അല്ലേ, നിങ്ങൾ എൻ്റെ പപ്പിയെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം വുമൺ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ഐ ജസ്റ്റ് സോ വൺ റണ്ണിങ് ടു ദ പാർക്ക്. ഞാൻ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ, ഒന്ന് പാർക്കിലേക്ക് ഓടുന്നത് കണ്ടു, വുമൺ പറഞ്ഞു. അപ്പോൾ സച്ചിന് എവിടെയാണ് പാർക്ക് എന്നറിയില്ല. അപ്പം അവൻ ചോദിച്ചു, വേർ ഈസ് ദ പാർക്ക്? പാർക്ക് എവിടെയാണ്? ഇറ്റ്സ് നോട്ട് ഫാർ ഫ്രം ഹിയർ. അധികം ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. എവിടെ? ഗോ സ്ട്രൈറ്റ്. ഒന്ന് നേരെ പോയാൽ ഇറ്റ്സ് നിയർ ദി ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക്. സെഡ് ദ വുമൺ പോയിന്റിങ് ടു ദ പാർക്ക്. വുമൺ എന്ത് ചെയ്തു? പാർക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു, അധികം ദൂരമൊന്നുമില്ല, നേരെ പോയാൽ ബസ് സ്റ്റാൻഡ് കാണും, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്ത്? പാർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? താങ്ക് യു അല്ലേ, വുമണിനോട് താങ്ക് യു പറഞ്ഞു. സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ ഹറീഡ് ടു ദ പാർക്ക്. സച്ചിനും അവൻ്റെ ഫാദറും കൂടിയും വേഗത്തിൽ, ധൃതിയിൽ എവിടേക്ക് പോയി? പാർക്കിലേക്ക് പോയി. Will Sachin and his father find the Bruno? സച്ചിനും അവൻ്റെ ഫാദറും ബ്രൂണോയെ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കുമോ? നോക്കാം. ഹാവ് യു എവർ ബീൻ ടു ദ പാർക്ക്? നിങ്ങൾ എപ്പോഴെങ്കിലും പാർക്കിലേക്ക് പോയിട്ടുണ്ടോ? ഓക്കെ. All of you look at this park. What do you see in the park? Yes, it's very beautiful. Yeah.
ഈസ് ബ്രൂണോ നൗ? ബ്രൂണോ ഇപ്പോൾ എവിടെയാണ്? യെസ്, ഹീസ് ഇൻ പാർക്ക്. അവൻ എവിടെയുണ്ട്? പാർക്കിലുണ്ട് അല്ലേ? Then all of you look at next. What do you see in a park? What are the things did you see in park? നിങ്ങൾക്ക് എന്തെല്ലാം സാധനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്? ഒരു പാർക്കിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? നിങ്ങൾ കണ്ടിട്ടുള്ള പാർക്കിൽ എന്തൊക്കെയാണ് ഉള്ളത്? സ്ലൈഡ്, ക്ലൈംബ്, സീസോ, മെരി ഗോ റൗണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സ്വിങ് അല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിലൊക്കെ കയറിയിട്ടുണ്ടാവും. നോക്കൂ, അപ്പോൾ സച്ചിൻ പാർക്കിൽ പോയിട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? വാട്ട് എ നൈസ് പ്ലേസ്. ബ്രൂണോ റാൻ around the park. He sat on the swing. The swing moved to and fro. He jumped down from the swing. Wow! A slide. He climbed up and slid down. He rolled on the grass. Hi, a climber. He climbed up. Bruno then jumped onto a bench. Go away! Shouted a boy. Bruno ran off. അപ്പോൾ പാർക്കിൽ പോയിട്ട് ബ്രൂണോ എന്തെല്ലാം വികൃതി തരങ്ങളാണ് കാട്ടിക്കൂട്ടിയത് നോക്കൂ. വാട്ട് എ നൈസ് പ്ലേസ്. എന്ത് മനോഹരമായ സ്ഥലമാണ്. ബ്രൂണോ റാൻ എറൗണ്ട് ദ പാർക്ക്. ബ്രൂണോ എന്ത് ചെയ്തു? ആ പാർക്കിൽ ചുറ്റും ഓടിക്കളിച്ചു. എന്നിട്ടോ ഹി സാറ്റ് ഓൺ ദ സ്വിങ്. എന്നിട്ട് അവൻ എവിടെ ഇരുന്നു? ഒരു ഊഞ്ഞാലിലാണ് പോയിരുന്നു. അപ്പോൾ ഊഞ്ഞാൽ എന്താ ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടാവുമോ? ഇല്ല. നോക്കൂ, ദ സ്വിങ് മൂവ്ഡ് ടു ആൻഡ് ഫ്രോ. സ്വിങ്, ആ ഊഞ്ഞാല് മുമ്പോട്ടും പുറകിലോട്ടും ഇങ്ങനെ ആടാൻ തുടങ്ങി. ഹി ജംപ്ഡ് ഡൗൺ ഫ്രം ദ സ്വിങ്. അതങ്ങനെ ആടി തുടങ്ങുമ്പോൾ അവൻ എന്ത് ചെയ്തു? ഹി ജംപ്ഡ് ഡൗൺ. അവൻ താഴേക്കൊരൊറ്റ ചാട്ടം അല്ലേ? ഊഞ്ഞാലിൽ നിന്ന് താഴേക്കൊരൊറ്റ ചാട്ടം. വൗ, എ സ്ലൈഡ്. അപ്പോൾ നോക്കുമ്പോഴാണ് അവൻ എന്ത് കണ്ടത്? ഒരു സ്ലൈഡ് കണ്ടത്. ഹി ക്ലൈംബ്ഡ് അപ്പ് ആൻഡ് സ്ലൈഡ് ഡൗൺ. അവൻ ആ സ്ലൈഡിൻ്റെ മുകളിലേക്ക് ആദ്യം കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ആ സ്ലൈഡിൽ നിന്ന് അങ്ങനെ അവിടെ ഇരുന്ന് അവിടെ ഉരുസിപ്പോന്നു. ദെൻ ഹി റോൾഡ് ഓൺ ദ ഗ്രാസ്. എന്നിട്ട് എന്താ ചെയ്തത്? അവിടെ കുറേ ഗ്രാസ് ഉണ്ടായിരുന്നു. എന്താ ഗ്രാസ്? പുല്ല്. ആ പുല്ലിൽ കടന്ന് അങ്ങനെ ഉരുണ്ടു. ഈ ക്ലൈംബർ. അങ്ങനെ ഉരുളുന്ന സമയത്താണ് അവൻ എന്ത് കണ്ടത്? ഒരു ക്ലൈംബർ കണ്ടത്. ഹി ക്ലൈംബ്ഡ് അപ്പ്. അവൻ അതിൻ്റെ മുകളിലേക്ക് കയറി. ബ്രൂണോ ദെൻ ജംപ്ഡ് ഓൺ ടു എ ബെഞ്ച്. എന്നിട്ട് ആ ക്ലൈംബറിൻ്റെ മുകളിൽ നിന്നൊരു ഒറ്റ ചാട്ടം. എവിടേക്കാണ് ചാടിയത്? എ ബെഞ്ച്. ഒരു ബെഞ്ചിൻ്റെ മുകളിലേക്കാണ് ചാടി. ഗോ അവേ ഷൗട്ടഡ് എ ബോയ്. ഇത് കണ്ടപ്പോൾ ആ പാർക്കിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ദേഷ്യം വന്നു. ഗോ അവേ, ദൂരെ പോ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അവനെ ചീത്ത പറഞ്ഞു. ബ്രൂണോ റാൻ ഓഫ് അല്ലേ? ബ്രൂണോ ഇത് കേട്ട താമസം അവിടുന്ന് ഓടി അങ്ങോട്ട് പോയി അല്ലേ? ഇതേ സമയം സച്ചിനും അവൻ്റെ ഫാദറും എവിടെയാണ്? ബ്രൂണോ ഈ വികൃതിത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന സമയത്ത് സച്ചിനും അവൻ്റെ ഫാദറും അവനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ബ്രൂണോയെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ സ്ട്രീറ്റിലുള്ള ഒരു വുമണിനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ പപ്പിയെ കണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു പാർക്കിലേക്ക് ഓടുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും സച്ചിനും കൂടി പാർക്കിലേക്ക് എത്തുന്ന സമയം കൊണ്ട് ഇത്രയും വികൃതിത്തരങ്ങളൊക്കെ ആര് കാട്ടിക്കൂട്ടിയിരുന്നു? ബ്രൂണോ കാട്ടിക്കൂട്ടിയിരുന്നു അല്ലേ? എന്നിട്ട് അവരവിടെ എത്തുമ്പോഴേക്കും ഈ കുട്ടിയുടെ ചീത്ത കേട്ടിട്ട് അവൻ അവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാർക്കിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മാപ്പാക്കിയിട്ട് ഒരു കൺസെപ്റ്റ് മാപ്പ് നിങ്ങൾ വരയ്ക്കണം. വാട്ട് ഡു യു സീ ഇൻ എ പാർക്ക്? ഒരു പാർക്കിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് നിങ്ങൾ എഴുതി നോക്കണം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം.
എന്തെല്ലാം പാർക്കിൽ കണ്ടിട്ടുണ്ട് എന്നത്. ക്ലൈംബ്, സ്ലൈഡ് അല്ലേ? ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ദെൻ ആൾസോ യു റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പാർക്ക്. ഈ പാർക്കിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. എന്താ ഡിസ്ക്രിപ്ഷൻ? ഒരു വിവരണം അല്ലേ? ഒരു വിവരണം തയ്യാറാക്കണം. ഈ പാർക്കിൽ എന്തെല്ലാം കാഴ്ചകൾ കണ്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ. അതിൽ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ എഴുതി തരാം, അതിൽ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ. എ പാർക്ക് ഈസ് എ ഡാഷ്. അവിടെ നിങ്ങൾ എഴുതി ചേർക്കുക. ഡാഷ് പ്ലേസ്. ദെൻ ചിൽഡ്രൻ ക്യാൻ പ്ലേ many dash in a park. Then some children like dash, some like dash. The dash and dash make a park. ഈ വിട്ടുപോയ ഭാഗത്തൊക്കെ അല്ലേ നിങ്ങൾ ചേർത്ത് എഴുതണം. കുറച്ച് വേർഡ്സ് താഴെ തരാം, അതിൽ നിന്ന് മാച്ചായത് തിരഞ്ഞെടുത്ത് ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആക്കുക. ഗെയിംസ്, ബ്യൂട്ടിഫുൾ, സ്വിങ്, റൈഡർ, ഗാർഡൻ, pond. Fill in the missing words and complete the description. Also write it in your notebook. Okay, it is a homework for you. Let's wind up this class. Thank you all of you. Have a nice day.